നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മിന്നൽ പ്രളയത്തിന് സാധ്യത. മന്ത്രി PC വിഷ്ണുനാഥാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് മാധ്യമങ്ങളോടാണ് തനിക്ക് ലഭിച്ച കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചത്. ഇന്ന് ഒരു രാത്രി കൂടി ആശങ്കയുടേതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം പമ്പയിൽ അതിതീവ്ര മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ അവസരത്തിൽ രാഷ്ട്രീയ വേർതിരിവ് കാണിക്കാതെ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു സമയമാണ്. ഇന്നലെ രാത്രി എല്ലാ സാഹചര്യങ്ങളും നേരിടുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു. ഭാഗ്യവശാൽ ഇന്നലെ രാത്രി വലിയ തോതിൽ മഴ പെയ്തില്ല. ഇന്ന് പകലും വലിയ തോതിൽ മഴയുണ്ടായിരുന്നില്ല, വൈകുന്നേരം വരെ. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്ന് രാത്രി അതിതീവ്ര മഴ, മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ നമുക്ക് പത്തനംതിട്ടയ്ക്കായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടി ജനങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജില്ലാ ഭരണകൂടം റാന്നിയിലെ MLA ഉണ്ട്, ആറന്മുള MLA ഉണ്ട്, കോന്നിയിലെ MLA ഉണ്ട്, തിരുവല്ല MLA ഉണ്ട്, അടൂർ MLA ഉണ്ട്. ഇവരെല്ലാവരും, അതുപോലെ തഹസിൽദാർമാര്, റവന്യൂ സംവിധാനങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും ഒരു ടീമായി ഈ ദിവസങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പുകളിൽ ഈ നിമിഷം വരെ പത്തനംതിട്ട ജില്ലയിൽ 3568 പേർ വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ ഉണ്ട്. 1076 കുടുംബങ്ങളാണത്. 95 ടോട്ടൽ ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അപ്പോൾ 95 ക്യാമ്പുകളിലായിട്ടാണ് 3568 പേർ ഇപ്പോൾ ഉള്ളത്. ഇനിയും തീരത്ത് താമസിക്കുന്നവരോ താഴ്ന്ന പ്രദേശങ്ങളിൽ നദീ നിരപ്പ് വീണ്ടും ഉയർന്നാൽ വെള്ളം എത്താൻ സാധ്യതയുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങൾ സ്വയവും തയ്യാറാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നൊരു രാത്രി കൂടി ഗവൺമെന്റുമായും ജില്ലാ ഭരണകൂടവുമായും സഹകരിക്കണം എന്ന് വിനീതമായിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാവിലെ മുതൽ നമ്മുടെ പഴകുളം മധു MLA പറഞ്ഞിരുന്നു, മറ്റ് MLA മാർ. ഞാനിന്ന് തന്നെ ഒരു ഉന്നതതല യോഗം ആറന്മുളയുമായി ബന്ധപ്പെട്ട് രാവിലെ കോഴഞ്ചേരിക്ക് വിളിച്ചു ചേർത്തു. അതിനുശേഷം തിരുവല്ല താലൂക്കിൽ ഒരു ഉന്നതതല യോഗം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കളക്ടറുടെയും അവിടുത്തെ MLA ശ്രീ വർഗീസ് മാമന്റെയും സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തു. അതിനുശേഷം മല്ലപ്പള്ളിയിൽ ഒരു ഉന്നതതല യോഗം റാന്നിയിലെയും തിരുവല്ലയിലെയും വില്ലേജുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തു. അതിനുശേഷം കോന്നിയിൽ ഒരു ഉന്നതതല യോഗം അവിടുത്തെ MLA ശ്രീ ജനീഷ് കുമാർ, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കോന്നിയിലും ചേർന്നതിന് ശേഷമാണ് വീണ്ടും റാന്നിയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏകോപനങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൂടിയാലോചനകളും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. സംവിധാനങ്ങളെ അലർട്ടാക്കി നിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ക്യാമ്പുകളിൽ സഹായം നൽകാൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ തയ്യാറായി വരുന്നുണ്ട്. വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ താല്പര്യമുള്ള സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ വരുന്നുണ്ട്. അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ ഗവൺമെന്റിന് വേണ്ടിയിട്ട്, ജില്ലാ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ അറിയിക്കുക. CPM ആരോപണം മുൻ ജില്ലാ സെക്രട്ടറി മുൻ MLA ആയ രാജുറാവ് ഉന്നയിച്ചത് ഡാം മാനേജ്മെന്റ് പാളിപ്പോയി. ഈ സർക്കാർ സ്പോൺസേഡ് ഒരു വെള്ളപ്പൊക്കമാണ്, പ്രത്യേകിച്ച് റാന്നിയിലടക്കം ഉണ്ടായതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കാകെ ഇവിടെ മൂഴിയാർ ഡാമിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മൂഴിയാർ ഡാമിനെ സംബന്ധിച്ച് ഒരു
ഓറഞ്ച് ബുക്ക് 2022 ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാലത്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഓറഞ്ച് ബുക്കിലെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് 2022 ഓറഞ്ച് ബുക്കാണ്. ആ ഓറഞ്ച് ബുക്കില് 6 ഡാമുകളെ സംബന്ധിച്ച് രാത്രികാലങ്ങളിൽ ഷട്ടറുകൾ പ്രവർത്തിപ്പിച്ച് പെട്ടെന്ന് ജലം ഒഴുക്കി വിടേണ്ടി വന്നേക്കാവുന്ന ചെറിയ അണക്കെട്ടുകൾ കക്കയം, പെരിങ്ങൽകുത്ത്, ഷോളയാർ, കല്ലാർ, ഇരട്ടയാർ, ലോവർ പെരിയാർ, കല്ലാർകുട്ടി, കൂഴിയാർ, മണിയാർ, അരുവിക്കര ഇത്തരം അണക്കെട്ടുകളിൽ നിന്നും രാത്രി ജലം തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടോ എന്നത് പരിശോധിച്ച് KCB ജില്ലാ കളക്ടറെ അറിയിച്ച് കളക്ടറുടെ അനുവാദത്തോടുകൂടി തുറന്നുവിടുക. ഇത് 31-ാം തീയതി രാത്രി KCB കളക്ടർക്ക് അറിയിപ്പ് കൊടുക്കുകയും 190 മീറ്റർ ആവുന്നു അലർട്ട് ലെവൽ. കാരണം ഇത് ചെറിയ ഡാമാണ്. അസാധാരണമായി മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിറയും. ഡാം വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് ചെയ്യണമെന്ന ഒരു അറിയിപ്പ് അത് ഈ 22-ലെ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ളതാണ്. അറിയിക്കുകയും കളക്ടർ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുവാദം നൽകുകയും 9:49-ന് PRD വഴി പത്രക്കുറിപ്പായി ഇത് തുറക്കുന്നതുവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സമാനമായ രൂപത്തിൽ എന്റെ കയ്യിലുള്ളത് 24-ല് 25-ല് 26 തുടക്കകാലത്ത് ഒക്കെ തന്നെ ഈ തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാർ ഡാം മുമ്പ് രാത്രിയിൽ